നമുക്കിത് 1,10,000 രൂപ കൊടുക്കാം. ഓഫർ പ്രൈസ് ഫസ്റ്റ് വർക്കിംഗ് 39,000 രൂപ ഫൈനൽ കൊടുക്കാം. ഓഫർ പ്രൈസ് ആണ്. നമുക്കിത് വെറും 31,000 രൂപ കൊടുക്കാം. 29 വരെ ടാക്സ് ഉണ്ട്. ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പറുള്ള മെക്കാനിക് കണ്ടീഷൻ പക്കയായിട്ടുള്ള ദൂരെ നിന്ന് വേണമെങ്കിലും വന്ന് എടുത്തു പോകാൻ പറ്റുന്ന വണ്ടി. വാഗണർ 800 വില പോലും ആവണില്ല. 55,000 രൂപ എവിടെ നിന്ന് വേണം എടുക്കാം. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെസ്റ്റ് ചോയ്സിലാണ്. അപ്പം ഇവിടെ സ്റ്റോക്കൊക്കെ മാറി വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മൾ 2 ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം വീണ്ടും നല്ല ബഡ്ജറ്റുകാരുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. എൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിയിലാണ്. ജെറിൻപ്രോ വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഇപ്പം ബിസിനസ് ഡെവലപ്പ് ആയപ്പോൾ പുതിയ വില കൂട്ടിയതാണ് പൊതുവെ എല്ലാവരും പറയണത്. എന്താണ് അതിന് പറയാനുള്ളത്? അത് നമ്മളോട് അല്പം സ്നേഹമുള്ള ആൾക്കാരായിരിക്കും അങ്ങനെ പറയണത്. കാരണം നമ്മളറിയുന്നവർ, കാരണം നമ്മളടുത്ത് വണ്ടി എടുക്കാൻ വരുന്നവർക്ക് നമ്മളെക്കുറിച്ച് അറിയാം. കാരണം നമ്മളെപ്പോഴും ബസ് ചോയ്സ് എപ്പോഴും കസ്റ്റമറുടെ ഭാഗത്താണ്. കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ വണ്ടി രണ്ടാമത് വിളിച്ച് റെക്ടിഫൈ ചെയ്ത് കൊടുക്കലാണ് ഞങ്ങളുടെ പരിപാടി. കാരണം ഞങ്ങൾ വിൽക്കുന്ന പഴയ വണ്ടിയാണ്, അതിൽ ചില കുറവുകളും കുറ്റങ്ങളും ഒക്കെ വരും. പിന്നെ പ്രൈസ് വേരിയേഷൻ വണ്ടി വണ്ടിയുടെ കാര്യത്തിൽ വണ്ടിയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് വണ്ടിയുടെ പ്രൈസ് വേരിയേഷൻ വരുന്നത്. നമുക്ക് മാർക്കറ്റിൽ ആ വണ്ടി എങ്ങനെ കിട്ടുമോ അതനുസരിച്ച് ഞങ്ങൾ സെയിൽ ചെയ്യുന്നു. അല്ലാതെ ഈ വണ്ടിക്ക് ഇത്രയേറെ മാർക്കറ്റ് ഉണ്ടായിട്ട് ആ വില കിട്ടിയാലേ കൊടുക്കൂ എന്നുള്ള വാശിയില്ല. നമുക്ക് വില കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അതേ അർത്ഥത്തിൽ നമ്മൾ വണ്ടി വെളിയിൽ വിടുന്നുണ്ട്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ചില സമയങ്ങളിൽ മാർക്കറ്റിൽ വില കയറി നിൽക്കും, കുറവായിരിക്കും കുറച്ച്. കാരണം ഫെസ്റ്റിവൽ മന്തൊക്കെ ഒരുപാട് വണ്ടി ഫ്രീ ആയിട്ട് കയറി വരും. അതേപോലെ എല്ലാ മന്തിലും വരണമെന്നില്ല. നമുക്ക് കിട്ടും പോലെ നമ്മൾ ചെയ്യും. കാരണം പിന്നെ നമ്മളടുത്ത് വന്നു പോകുന്ന ആൾക്കാർക്ക് നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട്. കാരണം അവർ റെഫറൻസ് ആയിട്ട് തന്നെ ഒരുപാട് പേര് നമ്മളടുത്ത് വരുന്നുണ്ട്. വീണ്ടും ആരും നമ്മൾ ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ വണ്ടി സഹകരിക്കുന്നുണ്ട് ആൾക്കാർ. അവർക്ക് അറിയാം ബസ് ചോയ്സ് എന്താണെന്നും ഇവിടുത്തെ നേതൃത്വം നമ്മൾ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ഇറക്കി വിടുക മാത്രമല്ല നമ്മുടെ ദൗത്യം. വണ്ടി എടുത്തു കഴിഞ്ഞാലും അവർ വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഗണനകൾ വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ച് പുതിയ വേരിയേഷൻസ് വരുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോൾ മാർക്കറ്റിൽ ചിലപ്പോൾ 2 രൂപ വിൽക്കുന്ന വണ്ടി നമ്മൾ 1 രൂപയ്ക്കോ 1.25 കൊടുക്കുന്നുണ്ട്. അന്ന് 2 രൂപ വാങ്ങാൻ നിൽക്കുന്നില്ല. നമുക്ക് വണ്ടി എങ്ങനെ കിട്ടുന്നു അതേപോലെ നമ്മൾ വണ്ടി ഇനിയും അത് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനകത്ത് പറയുന്ന കമൻറ്റുകളൊക്കെ ഞാനും കാണുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകും. ഈ വട്ടം നമ്മൾ കുറച്ചുകൂടി പ്രൈസ് റേഞ്ച് താഴേക്ക് അടിക്കാൻ നോക്കണുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വലിയ പ്രോഫിറ്റ് ഇല്ലാണ്ട് മീഡിയം രീതിയിൽ വണ്ടി ഇറക്കി വിടുക, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി ഓഫർ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ടാറ്റ ഇൻഡിക്ക. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ വണ്ടി. ഏതാ മോഡല്? 2007 ആണ്. 27 വരെ പേപ്പറുള്ള വണ്ടി. നിലവിൽ മെക്കാനിക് കണ്ടീഷനും കാര്യങ്ങളെല്ലാം പക്കയാണ്. ടയർ കണ്ടീഷൻ ഫാമിലി യൂസ് വണ്ടിയായിരുന്നു. നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരു വാഗണറുമായിട്ട് എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ്. ഓക്കെ, വണ്ടിയുടെ ഈ ടയർ കണ്ടീഷൻ അല്പം മോശമാണ്. പിന്നെ ടയർ കുറവുണ്ടെന്നേ ഉള്ളൂ. ബോഡി കൊള്ളാം. AC എല്ലാം വർക്കാണ്. AC വർക്കിംഗ് ആണ്. ഓക്കെ, ടാറ്റ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാം, കുഴപ്പമില്ല. വഴി കിടക്കുമെന്ന് പേടിക്കണ്ട, ധൈര്യമായിട്ട് എടുത്ത് ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാം. സീറ്റ് വർക്ക് ആവറേജ് കണ്ടീഷനാണ്. AC എല്ലാം വർക്കിംഗ് ആണല്ലേ? AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. അതെ, പവറിൻ്റെ വരുന്നില്ലല്ലോ? ഇല്ല. അല്ല, 2 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്. 2 ഡോർ വരും. ഫ്രണ്ട് 2 ഡോർ പവറിൻ്റെ വരുന്നുണ്ട് കേട്ടോ. AC പോസ്റ്റിന് 2 ഡോർ പവറിന്റെ എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. എത്ര കൊടുക്കാം ഓഫറിൽ? 39,000 രൂപ ഫൈനൽ കൊടുക്കാം. ഓഫർ പ്രൈസ് ആണ്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ധൈര്യമായിട്ട് വന്നെടുത്ത് പോവാം. ഇത് എവിടെ നിന്ന് വേണോ വന്നെടുക്കാം. കാസർഗോഡ് വരെ ഈ വണ്ടി വേണേ ഓടും. ഡീസൽ വണ്ടിയാണ്. മൈലേജ് ആണ്. 39,000 ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 2007 ആണ്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. എബോ 90,000 കിലോമീറ്റർ ഓടിയ വണ്ടി. കമ്പനി സർവീസ് ആണ്. പക്ക വണ്ടി. 4 ടയർ പുതുപുത്തൻ ടയർ, ബ്രാൻഡ് ന്യൂ ടയർ. ഓക്കെ, 4 ടയറും പുതിയതല്ലേ? നമുക്ക് ഓഫറിൽ എടുക്കാം. ഫസ്റ്റ് വരുന്നവർക്ക് ഈ വണ്ടി കൊടുക്കാം. ഓക്കെ, സ്വിഫ്റ്റ് LXi ആണ്. 2007 വണ്ടി അല്ലേ? 2007 27 വരെ പേപ്പർ, കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല, ഒരു വിഷയമില്ല. ധൈര്യമായിട്ട് AC പക്ക, കൂളിംഗ് എല്ലാ കാര്യങ്ങളും. ഡെന്റോ സ്ക്രാച്ചസ് ഒന്നുമില്ല? ഒന്നും ചെയ്യാനില്ല. എടുക്കുക, ഓടുക, അത്രേ ഉള്ളൂ. AC പക്ക കൂളിംഗ് ആണ്. ടയർ 4 പുതിയതുണ്ട്. അതെ. ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് ഓവർ ഉണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി കൊള്ളാം. ആ മോഡൽ വെച്ചൊക്കെ നല്ല വൃത്തിയുണ്ട്. അതെ അതെ. ഓക്കെ, അപ്പോൾ LXi ആണ്. A to Z കാര്യങ്ങളെല്ലാം ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്കിത് 1,10,000 രൂപ കൊടുക്കാം. 1,10,000 ഓഫർ പ്രൈസ്
ഫസ്റ്റ് ആര് വരും അവർക്ക് ഈ വണ്ടി വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്, പ്രശ്നങ്ങളൊന്നും ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി മാരുതി 800 94 മോഡലാണ്. ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്, 29 വരെ ടാക്സ് ഉണ്ട്. 29 വരെ ടാക്സ് ഉണ്ട്. ചെറിയ ബഡ്ജറ്റാണ്. ഇന്നലെ വണ്ടി എടുത്തേ ഉള്ളൂ. കൊല്ലത്തുനിന്ന് ഓടി വന്ന വണ്ടിയാണ്. ഒരു വിഷയമില്ല. ഓക്കെ, വണ്ടി കുഴപ്പമില്ല. കാണുന്നതിൽ ആ മോഡൽ വെച്ച് നോക്കുമ്പോൾ വലിയ പ്രശ്നം. മെക്കാനിക് കണ്ടീഷൻ പക്കയാണ്, ധൈര്യമായിട്ട് എടുത്ത് ഓടാം. ഈ വണ്ടി ഞാൻ പറയാണ്, നമുക്ക് ദൂരെ നിന്ന് വരുന്നവർക്ക് പോലും ഈ വണ്ടി എടുത്ത് പോവാം. വണ്ടി ഓടും. ബോഡിയിൽ ശരി വലിയ അങ്ങനെ ഒരു ഭയങ്കര ഓവർ ക്വാളിറ്റി അല്ല, ഒരു അത്യാവശ്യം എന്ന് വെച്ചിട്ട് തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ബഡ്ജറ്റിൽ ഒരു ഫാമിലിക്ക് വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം. ടയറും ആവറേജ് കണ്ടീഷനാണ്. ഇന്റീരിയറിൽ കാണുന്ന ക്വാളിറ്റിയാണ്. സീറ്റുകളൊക്കെ ഉണ്ട്, പക്ഷേ വൃത്തിയാക്കി ചെറിയൊരു എടുത്ത് പഠിക്കാൻ അങ്ങനെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അല്ല, അത് ചെയ്തില്ല എങ്കിലും എടുത്ത് ഉപയോഗിക്കാം. പിന്നെ 29 വരെ ടാക്സ് ഉണ്ട്. ഇന്നത്തെ ടൈമിൽ പുതിയ ടാക്സ് എടുക്കാൻ തന്നെ 12,000 രൂപയ്ക്ക് മേളിൽ ടാക്സ് ആവുന്നുണ്ട്. 12,000 ടാക്സിന് വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു വർത്താണ്. നമ്മളൊരു ബൈക്ക് എടുക്കുന്ന പൈസ പോലും ആവുന്നില്ല. എത്ര കൊടുക്കാം? നമുക്കിത് വെറും 31,000 രൂപ കൊടുക്കാം. 29 വരെ ടാക്സ് ഉണ്ട്. ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പറുള്ള മെക്കാനിക് കണ്ടീഷൻ പക്കയായിട്ടുള്ള, ദൂരെ നിന്ന് വേണമെങ്കിലും വന്ന് എടുത്തു പോകാൻ പറ്റുന്ന വണ്ടി. അപ്പോൾ അടുത്ത വണ്ടി വാഗണർ. 2006 വാഗണർ ആണ്, 4 സിലിണ്ടർ ആണ്. നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 4 സിലിണ്ടർ ആണല്ലേ? 4 സിലിണ്ടർ ആണ് വാഗണർ. പവർ സ്റ്റിയറിംഗ്, AC വരുന്നുണ്ട്. AC ടോപ്പ് ചെയ്യേണ്ടി വരും. ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മെക്കാനിക് കണ്ടീഷൻ കൊള്ളാം. 26 വരെ പേപ്പർ ഉണ്ട്. അതെ അതെ, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബോഡി വലിയ സ്ക്രാച്ചസ് ഒന്നും ഇല്ല. അത്യാവശ്യം ഓടിക്കാനും കൊള്ളാം വണ്ടി. ഡെന്റ് ഒന്നും ഇല്ലല്ലോ വലുതായില്ല? ഇല്ല. ഓക്കെ, അപ്പം വണ്ടി എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണല്ലോ? കുഴപ്പമൊന്നുമില്ല. അതിന് ഇൻറ്റീരിയർ സീറ്റ് കവർ ഉണ്ട്. ചെറിയ ഒരു ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജറായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റീരിയോ ഉണ്ട്. AC യും പവർ സ്റ്റിയറിംഗ് മാത്രമല്ലേ? അതെ അതെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്കിതൊരു 55,000 രൂപ ഫൈനൽ കൊടുക്കാം. 55 രൂപ ഓഫർ പ്രൈസ് ആണ്. 2006 വാഗണർ 800 വില പോലും ആവില്ല. 55,000 രൂപ. 55,000 രൂപ പ്രശ്നങ്ങളൊന്നും എവിടെ നിന്നും എടുക്കാമല്ലോ? എവിടെ നിന്നും എടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ LXi ആണ്. 2007 വണ്ടിയാണ്. 51,000 കിലോമീറ്റർ ആണ് റണ്ണ് കാണുന്നത്. വണ്ടി ജെനുവിൻ ആണോ ഇല്ല എന്നുള്ളത് കൺഫേം അല്ല, സാധ്യതയില്ല. എന്നാലും ഓൾമോസ്റ്റ് വണ്ടി വൃത്തിയാണ്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. LXi ആണ്. പവർ സ്റ്റിയറിംഗ്, AC വരുന്ന വണ്ടിയാണ്. ടയർ കണ്ടീഷനും കൊള്ളാം. ഒരു 70% ടയറുണ്ട്. ബോഡിയിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, ബ്ലാക്ക് കളറാണ്. അതായത് ഒന്നിന് മുകളിൽ ഓടിയിട്ടുണ്ടാവും. കാരണം അത് മോഡൽ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഒന്നിന് മുകളിൽ ഓടാൻ സാധ്യത. 27 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. നിലവിൽ പേപ്പറൊക്കെ ഓക്കെയാണ്. സീറ്റ് വർക്ക്, ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കൊള്ളാം. വലിയ ഡെന്റ് ഒന്നും ഇല്ല. മൈനോർ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ. അതെ. പിന്നെ ബ്ലാക്ക് കളറായിട്ട് പെട്ടെന്ന് അറിയുന്നുള്ളൂ. മാരുതിയുടെ സ്റ്റീരിയോ കൻബുട്ടിൻ്റെ വെച്ചിട്ടുണ്ട്. AC യും പവർ സ്റ്റിയറിംഗ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. 2007 ആണ്. 27 വരെ പേപ്പറും. 4 ടയറും കൊള്ളാം. എത്ര കൊടുക്കാം? നമുക്ക് 70,000 രൂപ കൊടുക്കാം. LXi 2007 വണ്ടി. അപ്പോൾ അടുത്ത വണ്ടി മാരുതി 800. മാരുതി 800 2002 ആണ്. 27 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. MBFI ആണ് വണ്ടി. MBFI ആണ്. പോരാത്തതിന് ഡബിൾ ക്ലച്ച് വണ്ടിയാണ്. ഡബിൾ ക്ലച്ച്, അതായത് ഡ്രൈവിംഗ് പർപ്പസിന് എടുക്കാൻ പറ്റിയ വണ്ടി. അതായത് മറ്റേ ഡ്രൈവിംഗ് സ്കൂളിന് ഉപയോഗിക്കാം. അതെ അതെ, ഡ്രൈവിംഗ് സ്കൂളിന് ഉപയോഗിക്കാം. ഇപ്പോൾ ഫാമിലിയിൽ ലേഡീസിന് ആർക്കെങ്കിലും ഡ്രൈവിംഗ് പഠിപ്പിക്കണമെങ്കിലും എടുത്ത് പഠിപ്പിക്കാം. ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ. ഡ്രൈവിംഗ് സ്കൂളിൽ ഓടിയ വണ്ടിയാണ്. അതെ, ഡ്രൈവിംഗ് സ്കൂളിൽ ഓടിക്കാൻ എളുപ്പമാണ്. അതെ. 27 പേപ്പർ ഉണ്ടല്ലേ? 27 വരെ പേപ്പർ ഉണ്ട്. MBFI വണ്ടിയാണ്. എഞ്ചിനൊക്കെ കൊള്ളാമല്ലോ? എഞ്ചിൻ കൊള്ളാം. AC ഇല്ലാത്ത വണ്ടിയാണ്. AC ഒന്നും വേണ്ടല്ലോ അതിന്. അല്ല, ഡ്രൈവിംഗ് സ്കൂളിൽ വേണ്ട. ഓക്കെ, വണ്ടി കുഴപ്പമില്ല. സീറ്റൊക്കെ ചെറിയ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം വണ്ടി എടുത്ത് പഠിപ്പിക്കാൻ പറ്റിയ വണ്ടിയാണ്. 2 സൈഡിലും ക്ലച്ചും ബ്രേക്കും വരുന്നുണ്ടല്ലേ? നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. മെക്കാനിക് കണ്ടീഷൻ കൊള്ളാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 2002 MBFI വണ്ടിയാണ്. 27 വരെ പേപ്പർ ഉള്ള വണ്ടി. എത്ര കൊടുക്കാം? നമ്മൾ 45,000 രൂപ കൊടുക്കാം. 45,000. ഒരു 4 പേര് ചേർന്ന് ഈ വണ്ടി എടുത്ത് പഠിച്ചു കഴിഞ്ഞാലും വെർത്താണ്. അപ്പോൾ അടുത്ത വണ്ടി ഒമിനി 99 മോഡലാണ്. 26 ലാസ്റ്റ് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. റണ്ണിങ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു റഫ്യൂസ് പരിപാടിക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി. വൃത്തിയാക്കാനുണ്ടല്ലേ വണ്ടി മൊത്തം? ചെറിയ ബഡ്ജറ്റ് ഒമിനി എന്നുള്ളൊരു സങ്കല്പം. കാർബറേറ്റർ വണ്ടിയല്ലേ? കാർബറേറ്റർ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, എത്ര കൊടുക്കാൻ പറയാം വണ്ടി? നമുക്കിതൊരു 42,000 രൂപ ഫൈനൽ കൊടുക്കാം. 99 26 വരെ പേപ്പറുള്ള വണ്ടി വെറും 42,000 രൂപ കൊടുക്കാം. അടുത്ത വണ്ടി സാൻഡ്രോ 2010 ആണ്. 25 ഡിസംബർ വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ടോ? ഈ വർഷം ലാസ്റ്റ് പേപ്പർ. അതെ അല്ലേ? ഓക്കെ, ടയർ കണ്ടീഷൻ ആയാലും കുഴപ്പമില്ല. ബോഡി ക്വാളിറ്റി മെക്കാനിക് കണ്ടീഷൻ, AC വർക്ക് കാര്യങ്ങളെല്ലാം പക്കയാണ്. വലിയ സ്ക്രാച്ചസ് ഒന്നുമില്ല, ഡെന്റ് ഇല്ല.
കുഴപ്പമില്ല. മൈനൂർ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ ഇവിടെ, പറയാനായിട്ടൊന്നുമില്ല. ഇന്റീരിയർ കണ്ടീഷൻ നോക്കുമ്പോഴത്തേക്കും സീറ്റ് ഓറുണ്ട്, അത് വൃത്തിയായിട്ടിരിപ്പുണ്ട്. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡൽ അല്ലേ? വരുന്നുണ്ട്. ഓക്കെ, സാൻഡ്രോ സിംഗ് GLS. അപ്പോൾ 2010 ഈ വർഷം വരെ അവസാനം പേപ്പർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ബ്രോ? കിലോമീറ്റർ 80,000 മേളിൽ ഓടിയ വണ്ടിയാണ്. എന്നാൽ മെക്കാനിക് കണ്ടീഷനൊക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങൾ. വർക്കിംഗ് ആണല്ലോ? വർക്കിംഗ്, വേറെ കുഴപ്പങ്ങളൊന്നും ഒരു വിഷയമില്ല. എത്രയ്ക്ക് കൊടുക്കാം? നമ്മൾ 95,000 രൂപ ഫൈനൽ കൊടുക്കാം. 95 രൂപ. 2010 സാൻഡ്രോ. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി നാനോ. 2014 നാനോ പവർ സ്റ്റിയറിംഗ് ഉള്ള ടൈപ്പാണ്. ടെസ്റ്റ് ആണോ? 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. സെക്കൻഡ് ഓണറാണ്. AC പവർ സ്റ്റിയറിംഗ്, മെക്കാനിക് കണ്ടീഷൻ എല്ലാം പക്കാ വണ്ടിയാണ്. ഓക്കെ. നാനോ ടെസ്റ്റ് ആണ്. 72,000 കിലോമീറ്ററോ? അതെ. ഓക്കെ. വണ്ടി എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു വിഷയമില്ല, ധൈര്യമായിട്ട് എടുത്ത് ഓടാം. AC വർക്കിംഗ് ആണല്ലോ? വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡലാണ്. ടയർ കണ്ടീഷൻ കൊള്ളാം. ടയർ കണ്ടീഷൻ ഏതാണ്ട് ഒരു അറൗണ്ട് ഒരു 60% ടയറൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ സീറ്റ് കവറുണ്ട്, ചെറിയ ഡാമേജ് കാര്യങ്ങൾ സീറ്റ് കവറിനുണ്ട്. ഓക്കെ. അപ്പോൾ നാനോയ്ക്ക് മൈലേജ് എന്തായാലും ഒരു 10-20 കിട്ടൂലേ ബ്രോ? കിട്ടും. ഓക്കെ. നാനോ ടെസ്റ്റാണ്, പവർ സ്റ്റിയറിംഗ് AC വരുന്ന മോഡൽ. എത്ര കൊടുക്കാം? നമുക്കിത് 90,000 രൂപ ഫൈനൽ കിട്ടിയാൽ കൊടുക്കാം. 90 രൂപ. 2014 വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടി. ഓൾട്ടോ K10 VXi ആണ്. 2012 നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 12 വണ്ടി, 27 പേപ്പർ ഉണ്ടല്ലേ? സെക്കൻഡ് ഓണർ വണ്ടി. 62,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണോ? അതെ. കമ്പനി സർവീസ് ആണ്. സർവീസ് ഒക്കെ ഉള്ളതാണ്. നല്ല ബോഡി ക്വാളിറ്റി, സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ കൊള്ളാം. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? 12 ഒന്നുമില്ലല്ലോ. നീറ്റാണ് വണ്ടി. ഓക്കെ. LXi വണ്ടി അല്ലേ? VXi ആണ്. ഓക്കെ. ഇന്റീരിയർ സീറ്റ് കവറൊക്കെ ഉണ്ട്, അത് വൃത്തിയുണ്ട്. പിന്നെ ഡ്രൈവർ സീറ്റ് പറഞ്ഞാൽ ചെറിയൊരു ഡാമേജ് ഉള്ളൂ, ഒരു കുഴപ്പമൊന്നുമില്ല. അല്ലാതെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്, ടാക്കോമീറ്ററെല്ലാം വരുന്നത് VXi വേരിയൻറ്റ്. VXi. ഓക്കെ. അപ്പോൾ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ കമ്പനി സർവീസ് ആണ്. നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം വണ്ടി? നമുക്കിത് 1,75,000 രൂപ കൊടുക്കാം. 1,75. ഒരു 1.25 വരെ ഫിനാൻസ്, അതിന് മേളിലും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. 2010 ഓൾട്ടോ LXi, ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്ത് പുതിയ പേപ്പർ ആക്കി കൊടുക്കും. 5 വർഷം പേപ്പർ ആയി. 30 വരെ പേപ്പർ. ടെസ്റ്റ് വെറും 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പവർ സ്റ്റിയറിംഗ് AC ആണ് വണ്ടി. 50,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ. മൈനൂർ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളല്ലേ? അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ടെസ്റ്റിന് വേണ്ടി കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും. ഓക്കെ. സീറ്റ് കവർ ഫാബ്രിക് ആണ്, കുഴപ്പമില്ല. പിന്നെ സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, LCD മോണിറ്റർ കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ടെസ്റ്റിനൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. ബാക്ക് സബ് ഒക്കെ ഉള്ളതാണ്. സബ് കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. സ്പീക്കർ, JBL എല്ലാ സാധനങ്ങളുണ്ട്. JBL സബ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. നമ്മളിതിപ്പോൾ വന്നിട്ട് പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, 30 വരെ പേപ്പർ, വെറും 55,000 കിലോമീറ്റർ തേർഡ് ഓണർ വണ്ടി. നമുക്ക് 1,25,000 രൂപ കൊടുക്കാം. കംപ്ലീറ്റ് വർക്കും ചെയ്ത് ക്ലിയർ ആക്കി 5 വർഷം പേപ്പർ ആയി കൊടുക്കാം. എല്ലാം ചെയ്യാം. ഇതിൽ ഫിറ്റിംഗ്സ് തന്നെ ഏകദേശം ഒരു 30,000 രൂപ ഫിറ്റിംഗ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സബ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ 10,000 ലോൺ കയറുമോ? ലോൺ കൊടുക്കാം. പറ്റും. 1 രൂപ ലോണും കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി സെൻ എസ്റ്റിലോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. 2011 ആണ്. വെറും 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ് വണ്ടി. 72,000 സിംഗിൾ ഓണർ, കമ്പനി സർവീസ്, വെൽ മെയിൻറ്റൈൻഡ് വണ്ടി. ഓക്കെ. പോരാത്തതിന് ഇത് മറ്റേ K സീരീസ് ടൈപ്പാണ്. പുതിയ മോഡൽ വാഗണറിന്റെ എഞ്ചിനാണ് വരുന്നത്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. LXi ആണല്ലേ വരുന്നത്? LXi ആണ്. സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മൈനൂർ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ, വേറെ പ്രശ്നങ്ങൾ ഡെന്റൊന്നും കാണുന്നില്ല. ഇന്റീരിയർ സീറ്റ് കവർ ഉണ്ട്, നല്ല വൃത്തിയുണ്ട് കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. സോണിയുടെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 2 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ. സെൻ എസ്റ്റിലോ LXi എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 11 വണ്ടി. നമുക്കിത് 1,75,000 രൂപ ഫൈനൽ കൊടുക്കാം. K സീരീസ് ആണ്. 2011 വാഗണർ K സീരീസ് നമ്മൾ കൊടുക്കുന്നത് 2,02,10,000 ആ സ്ഥാനത്ത് 1,75,000 സിംഗിൾ ഓണർ വണ്ടി, 72,000 കിലോമീറ്റർ ഓടിയ വണ്ടി എടുക്കാം. ഓക്കെ. ലോൺ കയറുമോ? 11,000 ലോൺ കിട്ടും. എത്ര രൂപ കിട്ടും? നമുക്ക് 1 രൂപ വരെ ലോൺ കൊടുക്കാം. അടുത്ത വണ്ടി ഓൾട്ടോ K10. 2011 ആണ്. 11 വണ്ടി. തേർഡ് ഓണർ വണ്ടിയാണ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്കാ ക്വാളിറ്റി വണ്ടി. കമ്പനി സർവീസിനാണോ? കമ്പനി സർവീസ് വണ്ടി. മൈനൂർ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ മെക്കാനിക് കണ്ടീഷൻ ബാക്കി കാര്യങ്ങളെല്ലാം പക്കയാണ്. റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. മേജർ ഡെന്റോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. ഓക്കെ. 55,000 കിലോമീറ്റർ.
ഇന്ത്യയുടെ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് കവറുണ്ട്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. നല്ല വണ്ടി. വണ്ടി ഓടിക്കാനും പക്കയാണ്. ടയർ കണ്ടീഷൻ ആയാലും എല്ലാ രീതിയിലും ഓക്കെയാണ്. 100% ഗ്യാരണ്ടി വണ്ടി. ഇവിടെ ചില ബമ്പർ സ്ക്രാച്ചസ് ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല, ഡെൻ്റൊന്നുമില്ല. അപ്പോൾ എത്ര കൊടുക്കാം? നമുക്കിതൊരു 1.55 കിട്ടിയ ഫൈനൽ കൊടുക്കാം. 1.55. 2011 വണ്ടി. ഓക്കെ, കണ്ടീഷൻ വണ്ടി അല്ലേ? ധൈര്യമായിട്ട് എടുക്കാം. ഫിനാൻസ് കയറുമല്ലോ? കയറും. 1 രൂപയ്ക്ക് മേളിൽ ഫിനാൻസും കൊടുക്കാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് ചോയ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, ശരി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.